ഇപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് വാർത്തകളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ലക്ഷദ്വീപ്. നമുക്കറിയാം അവിടുത്തെ ഒരു പ്രശ്നങ്ങളുമായിട്ട് ലക്ഷദ്വീപ് ഇപ്പോൾ വാർത്തകളിലുണ്ട്. പിന്നെ ഒന്ന് ഡൽഹിയാണ്. ഡൽഹി നമുക്കറിയാം കൊറോണ വളരെ വേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ബാധിക്കപ്പെട്ടിട്ട് ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡൽഹി എന്നാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പോണ്ടിച്ചേരി. നമ്മുടെ കേരളത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടന്നപ്പോൾ പോണ്ടിച്ചേരിയിലും ഇലക്ഷൻ നടന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം വന്നിട്ടുണ്ടാകും, നമ്മൾ പറയുന്നതൊക്കെ കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ ഒരു ലക്ഷദ്വീപ് ആയാലും ഡൽഹി ആയാലും പോണ്ടിച്ചേരി ആയാലും കേന്ദ്രഭരണ പ്രദേശമാണ്. പക്ഷേ ഈ ഒരു ലക്ഷദ്വീപിലില്ലാത്ത രീതിയിൽ ഈ ഒരു ഡൽഹിയിലും പോണ്ടിച്ചേരിയിലും എന്തുകൊണ്ടൊരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഈ ഒരു നിയമസഭയുള്ള ഈ ഒരു പോണ്ടിച്ചേരിയും ഡൽഹിയും മറ്റു സംസ്ഥാനം നിന്നിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റിസ്വാൻ അലി. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യത്യാസങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു യൂണിയൻ ടെറിട്ടറിയും നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറിയും ഒരു സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം സംസാരിക്കുന്നതിന് മുമ്പ് ചില അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ഒരു സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറീസും ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാമത്തെ ഷെഡ്യൂളിലാണ്. ഒന്നാമത്തെ ഷെഡ്യൂളിൽ പാർട്ട് 1 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദത്തിൽ, അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ അനുച്ഛേദം 1 ഡിസ്കസ് ചെയ്യുന്ന കാര്യം രാജ്യത്തിൻ്റെ പേര് പറയുന്നു, ഏത് തരത്തിലുള്ള പൊളിറ്റിയാണെന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ അനുച്ഛേദത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 2 കടന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 2 പറയുന്നത് എങ്ങനെ ഒരു പുതിയ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിലോട്ട് സ്വീകരിക്കും, അഡ്മിഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ആണ് സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്ന എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റേറ്റിനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 3 പറയുന്നത് ഒരു സ്റ്റേറ്റിനെ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ വിഭജിച്ച് 2 സ്റ്റേറ്റ് ആക്കുക, ഇല്ലെങ്കിൽ 2 2-ലധികമോ സ്റ്റേറ്റ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടിയിട്ട് ഒരു പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഉള്ള ഒരു സ്റ്റേറ്റ്സിൻ്റെ ഏരിയ കുറക്കുക, ഇല്ലെങ്കിൽ എന്താണ് ഏരിയ കൂട്ടുക, ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പാർലമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ചോദിക്കണം, പ്രസിഡന്റിൻ്റെ അഭിപ്രായം ചോദിക്കണം. ഇങ്ങനെ പാർലമെൻറ്റ് പ്രസിഡന്റിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ പ്രസിഡന്റ് ആദ്യം ഏത് സ്റ്റേറ്റിനെയാണോ ഇത് ബാധിക്കാൻ പോകുന്നത് ആ സ്റ്റേറ്റിനോടും കൂടെ ഒന്ന് ചോദിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ് എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അത് പ്രസിഡന്റിൻ്റെ മേലെ ബാധിക്കുന്നതല്ല. ഇതൊരു ആചാരം എന്ന രീതിയിൽ അത് ചോദിക്കണം എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 3 പറയുന്നത്. ആർട്ടിക്കിൾ 4 പറയുന്നത് ആർട്ടിക്കിൾ 2 നമ്മൾ പറഞ്ഞു ഒരു പുതിയൊരു സ്റ്റേറ്റിന് അഡ്മിഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം. അതാണ് ആർട്ടിക്കിൾ 2 നമ്മൾ പറഞ്ഞത്. പിന്നെ അതുപോലെ ആർട്ടിക്കിൾ 3 പറഞ്ഞ ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണെങ്കിലും എന്താണ് ആർട്ടിക്കിൾ 368 അണ്ടറിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല എന്നും പാർലമെന്റ് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഒരു ആക്ട് പാസ്സാക്കിയാൽ മതി എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 4 പറയുന്നത്. ഇത്രയും കാര്യം ഇത് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വീണ്ടും കയറി വരും. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഇന്നുള്ള രീതിയിൽ. ഇന്ന് നമുക്ക് എന്താണ് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. ഈ ഒരു രീതിയിലോട്ട് എങ്ങനെയാണ് ഒരു പരിണാമം സംഭവിച്ചത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എവല്യൂഷൻ സംഭവിച്ചത് എന്നുള്ള രീതിയിലോട്ട് എത്തിയതെന്നുള്ളത് ഒന്ന് ചുരുക്കുമെന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളുമായിരുന്നു. ബ്രിട്ടീഷ് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിരുന്നു. അങ്ങനെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ 2 രാജ്യങ്ങളുണ്ടായി. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് 552 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ആക്ടിലൂടെ ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു 3 ഓപ്ഷൻ കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യയിൽ ചേരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാകിസ്ഥാനിൽ ചേരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു 552 നാട്ടുരാജ്യങ്ങളിൽ 549 ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേരുകയാണ് ചെയ്തത്. പക്ഷേ 3 നാട്ടുരാജ്യങ്ങൾ അഥവാ ഹൈദരാബാദ്, ജുനഗഡ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഇവരെന്ത് ചെയ്തു, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നോളാം എന്ന് പറയാണ്. പക്ഷേ ഇന്ത്യ ഹൈദരാബാദിലെ ഒരു പോലീസ് ആക്ഷനിലൂടെ എന്താണ് ഹൈദരാബാദിനെ ഇന്ത്യയിലോട്ട് കൂട്ടിച്ചേർക്കാണ്. ജുനഗഡിലാണെങ്കിൽ അവിടെ ഒരു ജനഹിത പരിശോധന നടത്തുന്നു. അങ്ങനെ എന്താണ് അതിന് ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. കാശ്മീർ ആണെങ്കിൽ നമുക്കറിയാം ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷനിലൂടെ എന്താണ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർത്തു. അങ്ങനെ 1948 ദക്ഷിണേന്ത്യൻ ഭാഗത്തുനിന്ന് അഥവാ ഇന്ത്യയുടെ എന്താണ് സൗത്ത് ഇന്ത്യൻ ഭാഗത്തുനിന്ന് ഒരു ഡിമാൻഡ് വരികയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾ പറഞ്ഞത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശവാദം വരികയാണ് 1948.
അങ്ങനെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു. അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എന്ത് ചെയ്തു, SK ധാറിൻ്റെ നേതൃത്വത്തിൽ ധാർ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ കമ്മിറ്റി 1948 ജൂണിൽ ഈ കമ്മിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. 1948 ഡിസംബറിൽ എന്ത് ചെയ്തു, ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് ഇത്രയാണ്: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഭരണകർത്തവ്യത്തിൻ്റെ ഈസി ആയിട്ടുള്ള സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ നോക്കിയിട്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്നാണ് ധാർ കമ്മീഷൻ എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷെ അങ്ങനെ ധാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ കൂടെ തന്നെ വീണ്ടും ഈ ഒരു ദക്ഷിണേന്ത്യയിൽ നിന്നിട്ട് ഇവരെ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യക്കാർ അതിൽ തൃപ്തിപ്പെട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ. അങ്ങനെ ആ ഒരു വർഷം, അത് 1948 ധാർ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത അതേ മാസത്തിൽ അഥവാ ഡിസംബറിൽ തന്നെ പുതിയൊരു കമ്മിറ്റിയെ കോൺഗ്രസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അതിലുണ്ടായിരുന്ന പ്രധാനികളായിരുന്നു ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റി JVP കമ്മിറ്റി എന്നറിയപ്പെട്ടു. അങ്ങനെ ഈ ഒരു കമ്മിറ്റി തൊട്ടടുത്ത വർഷം ഏപ്രിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ്. ഈ കമ്മിറ്റിയും അതന്നെ പറഞ്ഞത്, ധാർ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു കമ്മിറ്റിയും പറഞ്ഞത്. അങ്ങനെ പിന്നീട് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ നമുക്ക് ഉണ്ടായിരുന്നത് 4 രൂപത്തിലുള്ള സംസ്ഥാനങ്ങളായിരുന്നു. അവയെ ഈ ഒരു സംസ്ഥാനങ്ങളെ വേർതിരിച്ചത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളായിട്ടാണ് രൂപീകരിച്ചത്. അതിൽ പാർട്ട് Aയിൽ വന്നിരുന്നത് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്നു. ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന പ്രവിശ്യകൾ, നമ്മൾ ഈ ബംഗാൾ, മദ്രാസ് ഇതുപോലത്തവയായിരുന്നു ആ ഒരു പാർട്ട് Aയിൽ വന്നിരുന്നത്. എന്നാൽ പാർട്ട് Bയിൽ വന്നിരുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങൾ, നിയമസഭയുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു പാർട്ട് Bയിൽ വന്നത്. പാർട്ട് Cയിൽ വന്നത് ഹൈ കമ്മീഷണറിൻ്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളായിരുന്നു. പാർട്ട് Dയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്ന ആ ഒരു ദ്വീപ സമൂഹം മാത്രമായിരുന്നു പാർട്ട് Dയിൽ. ഇതിലെ പാർട്ട് Cയും പാർട്ട് Dയും ഇന്ന് നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഭരിക്കുന്ന പോലെ തന്നെ സെൻട്രൽ നേരിട്ട് ഭരിക്കുമെന്നായിരുന്നു ആ ഒരു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്വീകരിച്ചപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ 1953 ഒക്ടോബറിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം നിലവിൽ കൊണ്ടുവരികയാണ്. അതിൻ്റെ പ്രധാന കാരണം 1953 ശ്രീരാമ പോർട്ടിലു എന്ന് പറയുന്ന സത്യാഗ്രഹി പട്ടിണി സമരം കിടക്കുകയാണ്. 56 ദിവസത്തെ പട്ടിണി സമരത്തിന് ശേഷം ശ്രീരാമ പോർട്ടിലു മരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ശ്രീരാമ പോർട്ടിലുൻ്റെ ഡിമാൻഡ്, ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസിൽ നിന്നിട്ട് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഒരു സെപ്പറേറ്റ് സംസ്ഥാനം വേണമെന്നായിരുന്നു. അത് പറഞ്ഞിട്ടായിരുന്നു ശ്രീരാം പോർട്ടിലു 56 ദിവസത്തെ പട്ടിണി സത്യാഗ്രഹം നടത്തിയത്. അങ്ങനെ ഇദ്ദേഹം മരിക്കുകയാണ്. മരിച്ചോടെ പ്രക്ഷോഭങ്ങൾ കൂടി. അങ്ങനെ 1953 ഒക്ടോബറിൽ ഇന്ത്യൻ ഗവൺമെൻറ് നിർബന്ധിതമാകാണ് ഭാഷാടിസ്ഥാനത്തിലൊരു സംസ്ഥാനത്തെ കൊടുക്കാൻ. അങ്ങനെ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ 1953 നിലവിൽ വരികയാണ്. അങ്ങനെ ആന്ധ്രാപ്രദേശ് വന്നതോടുകൂടെ തന്നെ മറ്റുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. പ്രക്ഷോഭങ്ങൾ കൂടുകയാണ്. അങ്ങനെ 1953 കോൺഗ്രസ് ഒരു പുതിയൊരു കമ്മിറ്റിയെ വീണ്ടും നിയമിക്കുകയാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ പേരായിരുന്നു ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. ഫസൽ അലി കമ്മീഷൻ 1955 സെപ്റ്റംബറിൽ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. ഫസൽ അലി കമ്മീഷൻ പറഞ്ഞു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാമെന്ന്. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരിക്കലും 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കേണ്ട. ഇത് പുനഃസംഘടിപ്പിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പരിഗണിക്കാമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ ഐക്യം, സുരക്ഷ എന്ന കാര്യങ്ങളെ സംരക്ഷിക്കാനും അത് ദൃഢപ്പെടുത്താനുമുള്ള കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഒരു സംസ്ഥാനം, ഒരു ഏരിയയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു ഭാഷ ഉണ്ടെങ്കിൽ അത് പരിഗണനയിൽ കൊണ്ടുവരാമെന്നുള്ളത്. ഒരു സ്ഥലത്തിൻ്റെ എക്കണോമിക്കലി ഇല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ്, അവിടുത്തെ ഭരണ കർത്തവ്യങ്ങൾ എങ്ങനെ സുഗമമായി കൊണ്ടുപോകാം എന്ന കാര്യവും പരിഗണിക്കാമെന്നും കൂടെ പറയുകയാണ്. ഇവിടെ അവർ പറഞ്ഞത്, ഒരു സ്ഥലത്തെ ജനങ്ങളുടെ ജനക്ഷേമം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും അതും പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ രൂപീകരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് 1956 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ടിലൂടെയും 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും പുനഃസംഘടിപ്പിക്കുകയാണ്. അന്ന് ആ ഒരു 1956 ആക്ട് വരുന്ന സമയത്ത് 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ഓരോരോ ആക്ട് പ്രകാരം പുതിയ സ്ഥലങ്ങളെ കൂട്ടിച്ചേർക്കുകയും അതുപോലെ ഉള്ള സംസ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ചില യൂണിയൻ ടെറിട്ടറീസിന് അവർക്ക് സ്റ്റേറ്റ്ഹുഡ് കൊടുത്തുകൊണ്ടും ഇന്നുള്ള ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചേരുകയാണ് ചെയ്തത്. പലർക്കും തോന്നിയിട്ടുണ്ടാകും, എന്തിനാണ് ഈ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താൽ പോരെയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ 3 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളെ നിയോഗിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ആണ് നോക്കിയത്. പിന്നെ അതൊരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നോക്കിയത് അതിൻ്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരോ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ന് നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് നമുക്ക് ലക്ഷദ്വീപിനെ ഒന്ന് പരിശോധിക്കാം. ലക്ഷദ്വീപ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് ലക്ഷദ്വീപിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിയോഗിച്ചത് എന്നുള്ളതാണ്. കാരണം ലക്ഷദ്വീപ് നമുക്കറിയാം ഒരു അറബിക്കടലിൽ നമുക്ക് ഇന്ത്യക്ക് ഉള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതുകൂടെ നമുക്കറിയാം കുറേ ഷിപ്പുകൾ വരുന്നു, കുറേ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു ഏരിയയാണ് ഈ ഒരു അറബിക്കടലിൻ്റെ ആ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് നിരീക്ഷിക്കാൻ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡമാൻ നിക്കോബാർ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ലക്ഷദ്വീപിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത്. പോണ്ടിച്ചേരിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. കാരണം ഫ്രഞ്ചുകാരടുത്തുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ ഒരു പോണ്ടിച്ചേരി. 1962 ഫ്രാൻസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യക്ക് കൈമാറിയത്. പിന്നെ പോരാത്തന്നെ ഈ ഒരു പോണ്ടിച്ചേരി 4 ജില്ലകളായിട്ടാണ് പ്രധാനമായിട്ടും ചിതറിക്കിടക്കുക നമുക്ക് പറയാം. ഒന്നെന്താണ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി, ഇത്രയുമാണ് പോണ്ടിച്ചേരിയുടെ ഭാഗങ്ങൾ. ഇനി നമ്മൾ ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഒറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. ഇത് നോക്കുകയാണെങ്കിലും പോർച്ചുഗീസിൻ്റെ കയ്യിലായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോർച്ചുഗീസ് ഇട്ടുപോയ ചില സാംസ്കാരികപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ ആ ഒരു സ്ഥലത്തിനുണ്ട്. പിന്നീട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സുപ്രീം കോടതി ആയാലും പാർലമെൻ്ററി മന്ദിരമായാലും മറ്റ് രാജ്യങ്ങളുടെ എംബസികളും എല്ലാം നിലനിൽക്കുന്ന ഒരു ഡൽഹിയാണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവും പൊളിറ്റിക്കലുമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഡൽഹി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചണ്ഡീഗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അതുകൊണ്ട് തന്നെ അത് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവും പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നീട് നമുക്കറിയാം 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം നമുക്കെന്താണ് പുതിയ 2 യൂണിയൻ ടെറിട്ടറിയും കൂടെ നിലവിൽ വരികയാണ്. അതിലൊന്നെന്താണ് ജമ്മു ആൻഡ് കാശ്മീറാണ്, ഒന്നെന്താണ് ലഡാക്കാണ്. അതിൻ്റെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കേ അറിയുന്നുണ്ടാവും. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ നമുക്കറിയാം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട്. എന്നാൽ ലഡാക്കിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ നമുക്കറിയാം അക്സായ് ചിന്നുണ്ട്, അഥവാ ചൈന ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഏരിയകളുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളെ കൊണ്ട് തന്നെ അതിന് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഭരിക്കാം എന്നുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഈ ഒരു യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റും ഒരു കേന്ദ്രഭരണ പ്രദേശവും തമ്മിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സംസ്ഥാനത്തിൽ നമുക്കെന്താണ് ഒരു ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ എന്താണ് ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു മന്ത്രിമാരുമുണ്ട്, നിയമനിർമ്മാണവും ആ ഒരു നിയമം എക്സിക്യൂട്ടീവ് ചെയ്യാനും വേണ്ടിയിട്ട്. എന്നാൽ നമുക്കൊരു യൂണിയൻ ടെറിട്ടറിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു സംഭവമില്ല, ഇല്ലെങ്കിൽ എന്താണ് ഒരു മുഖ്യമന്ത്രിയോ അവരെ കൂടെയുള്ള മന്ത്രിമാരോ ഇല്ല. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്ത് വെക്കണം, പോണ്ടിച്ചേരി, ഡൽഹി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഇത് എക്സെപ്ഷണൽ കേസാണ്. ഇതൊഴികെയുള്ള മറ്റുള്ളവിടത്ത് മാത്രമാണ് ഇവർ ഇല്ലാത്തത്. ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് കടന്നു വരാം, സെപ്പറേറ്റ് സംസാരിക്കാം ഈ ഒരു പോണ്ടിച്ചേരിയും ഡൽഹിയെയും ജമ്മു ആൻഡ് കാശ്മീരിനെയും കുറിച്ചിട്ട്. പിന്നീട് നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഹെഡാണ് ഗവർണർ എന്ന് പറയുന്നത്. എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം, അഥവാ ഒരു പാർലമെൻറ്റിനെ അപേക്ഷിച്ച് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ട്, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഒരു ഭരണഘടനയിൽ പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡാണ് ഗവർണർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു യൂണിയൻ ടെറിട്ടറിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്ററോ ഇല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് ഗവർണറോ ആയിരിക്കും. ഈ അഡ്മിനിസ്ട്രേറ്റർക്കും ലെഫ്റ്റനൻറ്റ് ഗവർണർക്കും ഒരിക്കലും ഗവർണർ പോലത്തെ പവർ ഇല്ല. കാരണം ഇവർ പ്രസിഡൻറ്റിൻ്റെ ഏജൻറ്റ് മാത്രമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് അല്ല എന്നുള്ളതാണ്. എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ട്, ഇല്ലേ? ഒരു നിയമസഭ ഉണ്ടാകും, അതിലൊരു ചീഫ് മിനിസ്റ്റർ ഉണ്ടാകും, ചീഫ് മിനിസ്റ്ററുടെ കൂടെ മന്ത്രിമാരുണ്ടാകും എന്നുള്ളത്. അത് എല്ലാ സംസ്ഥാനത്തും നമ്മൾ പോയി നോക്കിയാൽ അത് സെയിം ആയിട്ടായിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്നത്. പക്ഷേ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. നമുക്കറിയാം 5 യൂണിയൻ ടെറിട്ടറീസിൽ നമുക്ക് എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും ഒന്നും ഇല്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ പറഞ്ഞ പോണ്ടിച്ചേരിയിലും ജമ്മു ആൻഡ് കാശ്മീരിലും ഡൽഹിയിലും എന്താണ് ഒരു ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ താഴെ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഒരു യൂണിഫോമിറ്റി, ഒരേ പോലത്തെ ഒരു ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ബന്ധം ഫെഡറൽ റിലേഷനിലാണ് കിടക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നുണ്ട്, 3 ലിസ്റ്റുകൾ പറയുന്നുണ്ട്: യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മേലെ നിയമം കൊണ്ടുവരാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ട്. എന്നാൽ അതേ സമയത്ത് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മേലെയോ കൺകറന്റ് ലിസ്റ്റിൻ്റെ മേലെയോ ഒന്നും നിയമം കൊണ്ടുവരാൻ പറ്റില്ല. അവർക്ക് നിയമം കൊണ്ടുവരാണെങ്കിൽ പാർലമെൻ്റ് ആണ് 3 ലിസ്റ്റിൻ്റെ മുകളിലും നിയമം കൊണ്ടുവരുന്നത്. യൂണിയൻ ലിസ്റ്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, കൺകറന്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, നിയമം കൊണ്ടുവരുന്നത് പാർലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്ററി റിലേഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരു സ്വയം ഭരണാവകാശമുണ്ട്. എന്നാൽ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ആ ഒരു സ്വയം ഭരണാവകാശങ്ങളില്ല എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, ഈ ഒരു പോണ്ടിച്ചേരിയും ഡൽഹിയും ജമ്മു ആൻഡ് കാശ്മീറും ഇവക്കൊക്കെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് നമ്മൾ സംസാരിച്ചു. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 2019 ആ ഒരു റീഓർഗനൈസേഷൻ ആക്ടിന് ശേഷം അവിടെ ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ടില്ല എന്നുള്ളതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. പക്ഷേ ഇപ്പോൾ അവിടെ പ്രസിഡന്റ് റൂൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഈ ഒരു പോണ്ടിച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെ നിയമസഭകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ ഈ ഒരു നിയമസഭയും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള സംശയം ഉണ്ടാകും. ആ ഒരു വ്യത്യാസം നമുക്ക് സംസാരിക്കാം ഓരോന്നോരോന്നായിട്ട്. സംസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ട് വരുന്നത് ഗവർണറാണ്. എന്നാൽ അതേ സമയത്ത് യൂണിയൻ ടെറിട്ടറീസിൽ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡില്ല. അവിടെ ഉള്ളത് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററോ ഇല്ലെങ്കിൽ ഒരു ലെഫ്റ്റനന്റ് ഗവർണർ, അവരെന്തായിരിക്കും ഒരു പ്രസിഡന്റിൻ്റെ ഏജന്റ് ആയിരിക്കും സംസാരിച്ചു. അതുതന്നെയാണ് ഈ ഒരു യൂണിയൻ ടെറിട്ടറീസിൽ നിയമസഭയുണ്ടെങ്കിലും അവിടെ ലെഫ്റ്റനന്റ് ഗവർണറാണുള്ളത്, അവരെന്താണ് പ്രസിഡന്റിൻ്റെ ഏജന്റാണ്. സ്റ്റേറ്റ്സിൽ മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയെയും മറ്റു മിനിസ്റ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിൽ ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആദ്യം എന്തെയും മുഖ്യമന്ത്രിയെ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഗവർണർ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് മറ്റു മന്ത്രിമാരെയും അപ്പോയിൻറ്റ് ചെയ്യും, നിയമിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റനന്റ് ഗവർണർ അല്ല മുഖ്യമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവിടെ മുഖ്യമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് നേരിട്ടാണ് മുഖ്യമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രസിഡന്റ് മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് മറ്റുള്ള മന്ത്രിമാരെ അപ്പോയിൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇതൊരു വ്യത്യാസമാണ് ഇവ തമ്മിലുള്ള. നമുക്കറിയാം സ്റ്റേറ്റ്സിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൻ്റെ മുകളിലും അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൻ്റെ മുകളിലും എന്താണ് നിയമങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത്. അതേസമയത്ത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള പോണ്ടിച്ചേരിക്കായാലും ഡൽഹിക്കായാലും ജമ്മു ആൻഡ് കാശ്മീരിനായാലും സ്റ്റേറ്റ് ലിസ്റ്റിലെയും കൺകറൻറ്റ് ലിസ്റ്റിലെയും സബ്ജക്ട്സിൻ്റെ മുകളിൽ നിയമങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ഡൽഹിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ലാൻഡ്, പോലീസ്, പബ്ലിക് ഓർഡർ ഈ കാര്യങ്ങളുടെ മുകളിൽ ഡൽഹി അസംബ്ലിക്ക് നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞു, അത് നാഷണൽ ക്യാപിറ്റലാണ്. നാഷണൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് പോലീസ്, ലാൻഡ്, പബ്ലിക് ഓർഡർ ഈ 3 കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് തീരുമാനിക്കും. അങ്ങനെ ഈ ഒരു പോണ്ടിച്ചേരിക്കായാലും ഡൽഹിക്കായാലും ജമ്മു ആൻഡ് കാശ്മീരിനായാലും സ്റ്റേറ്റ് ലിസ്റ്റിനെയും കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ മേലെ നിയമം കൊണ്ടുവരാൻ പറ്റുമെങ്കിലും അതേ സമയത്ത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും മുകളിൽ എന്ത് ചെയ്യാം, നിയമം കൊണ്ടുവരാമെന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന നിയമത്തിൽ ചിലപ്പോൾ പാർലമെൻറ്റിൻ്റെ നിയമമാണ് എപ്പോഴും മുകളിൽ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റിന് മേലെ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമേ നിയമം കൊണ്ടുവരുന്നുള്ളൂ. വല്ല എമർജൻസിയും കാര്യങ്ങളും നിലവിലുണ്ടെങ്കിൽ മാത്രമേ പാർലമെൻറ്റ് നിയമം കൊണ്ടുവരികയുള്ളൂ എന്നുള്ള. പക്ഷേ ഇവിടെ ഈ ഒരു ലെജിസ്ലേറ്റീവ് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവർക്കും കൊണ്ടുവരാം. അതേ സമയത്ത് പാരലായിട്ട് പാർലമെൻറ്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ പാർലമെൻറ്റ് നിയമമാണ് അവിടെ സാധുത വരിക എന്നുള്ളതാണ്. അതാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. മറ്റൊരു വ്യത്യാസമാണ് ആർട്ടിക്കിൾ 3 നമ്മൾ പറഞ്ഞു എന്താണ്, പാർലമെൻറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ബൗണ്ടറിയോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ എന്തെങ്കിലും കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യണം. ഈ പ്രസിഡന്റ് ഏത് സ്റ്റേറ്റിനെയാണോ ബാധിക്കാൻ പോകുന്നത് ആ സ്റ്റേറ്റ്സിൻ്റെ ഒരു റെക്കമെൻഡേഷനും കൂടെ കിട്ടണമെന്ന് പറഞ്ഞു. അത് എന്തായാലും യെസ് ആയാലും നോ ആയാലും പ്രസിഡന്റിനെ ബാധിക്കുന്നതല്ല, അത് മുന്നോട്ടുള്ള കാര്യങ്ങളുമായിട്ട് പാർലമെന്റിനും പ്രസിഡന്റിനും തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ഒരു യൂണിയൻ ടെറിട്ടറി, ഒരു കേന്ദ്രഭരണ പ്രദേശം, ആ കേന്ദ്രഭരണ പ്രദേശത്തിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടെങ്കിലും അവരോട് ഇങ്ങനെ പ്രസിഡന്റിന് അവരുടെ റെക്കമെൻഡേഷൻ അവരോട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഒരു ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിൽ. ഇതും ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. 1963 പാർലമെന്റിന്റെ ഒരു ആക്ട് പ്രകാരമാണ് പോണ്ടിച്ചേരി അസംബ്ലി നിലവിൽ വന്നത്. 1991 69ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1992 യൂണിയൻ ടെറിട്ടറി ഡൽഹി എന്ന പേര് മാറ്റിക്കൊണ്ട് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി എന്ന പേരിൽ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാം 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിലൂടെ ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള സംസ്ഥാനത്തെ 2 എണ്ണമായിട്ട് വിഭജിച്ചുകൊണ്ട് ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എന്നിങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് വിഭജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഒരു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ്, അടുത്തൊരു വിഷയവുമായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.